A+2 സ്വാഗതം. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥ അവർ അനുഭവിക്കേണ്ടി വരുന്നത് വാർദ്ധക്യ കാലത്തിലാണ്. മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ അപ്പോൾ മുതലാണ് ആരംഭിക്കുക. അതിനു മുമ്പ് വരെ സജീവമായിരുന്ന ഒരു വ്യക്തി വാർദ്ധക്യത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി തീരെ അവശ നിലയിലേക്ക് പോകുന്ന മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് സ്വന്തം മക്കളോ ബന്ധുജനങ്ങളോ ആയിരിക്കും. പലപ്പോഴും ഊർജ്ജസ്വലമായ ഒരു കുടുംബജീവിതം നയിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ആ കുടുംബജീവിതത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജവും പ്രസരിപ്പും അവരുടെ സാമൂഹ്യ ജീവിതത്തിലേക്കും അവർ പകർത്തി വെക്കുകയും അങ്ങനെ വാർദ്ധക്യം പോലും അവർ മനസ്സുകൊണ്ട് അതിജീവിക്കുകയും ചെയ്യും. ശാരീരിക അവസ്ഥകൾ വേട്ടയാടാതിരിക്കുന്നതിന് വേണ്ടി മാനസിക ആരോഗ്യം ഒരു മനുഷ്യന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അവസ്ഥയിൽ അവരെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ട ചുമതല അവരുടെ മക്കൾക്കും ബന്ധുജനങ്ങൾക്കും തന്നെയാണ്. പലപ്പോഴും തൻ്റെ സഹയാത്രികൻ അല്ലെങ്കിൽ സഹയാത്രിക, ഉദ്ദേശിക്കുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പരസ്പരം ഊന്നുവടികളായി തീരേണ്ടതും പ്രധാനമായും ഈ വാർദ്ധക്യ കാലത്തിലാണ്. പക്ഷേ നമ്മുടെ സാക്ഷര കേരളത്തിൽ പോലും കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. പലപ്പോഴും മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതോടുകൂടി മക്കൾ അവരെ ഒരു കരുണയുമില്ലാതെ നിരാകരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ കേരളത്തിലുമുണ്ട്. പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾ അതൊന്നും പുറത്തു പറയാതെ സ്വയം സഹിച്ചുകൊണ്ട് വാർദ്ധക്യത്തെ ജീവിച്ച് തീർക്കുന്നു എന്ന് മാത്രമാണ്. നിരവധി വൃദ്ധജനങ്ങൾ ശരിക്കും വീടുകളിൽ അവരുടെ വാർദ്ധക്യകാലം വിശ്രമിക്കാൻ ഉപയോഗിക്കേണ്ടതാണെങ്കിലും അതിന് കഴിയാത്ത അവസ്ഥ മക്കളും മരുമക്കളും ഉണ്ടാക്കുന്നതോടുകൂടി വാർദ്ധക്യ സദനത്തിലേക്ക് അഥവാ വൃദ്ധസദനത്തിലേക്ക്, ഓൾഡ് ഏജ് ഹോമിലേക്ക് അവർ പോകേണ്ടി വരുന്ന ദുരന്തം ഉണ്ടാകുന്നുമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സർക്കാരും സർക്കാർ ഇതര ഏജൻസികളും സ്വകാര്യ വ്യക്തികളും ഒക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ള വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം സർക്കാരിൻ്റെ മാത്രം വൃദ്ധസദനമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അതല്ല സ്ഥിതി. മറിച്ച് മിക്ക താലൂക്കുകളിലും സ്വകാര്യ വ്യക്തികൾ പോലും ഇപ്പോൾ വൃദ്ധസദനങ്ങൾ നിർമ്മിച്ച് അതിൽ നിന്നും ലാഭം എടുക്കുന്ന ഒരു പ്രവണതയും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ലാഭമെടുത്താലും തങ്ങൾക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ വരുമ്പോൾ ഈ വൃദ്ധജനങ്ങൾ ഈ പറയുന്ന സ്വകാര്യ വൃദ്ധസദനത്തിൽ എത്തിയിട്ടാണെങ്കിലും അവർ അതിൻ്റെ സന്തോഷം അവർ ഉൾക്കൊള്ളാറുണ്ട്. ആ സന്തോഷത്തിന് വേണ്ടിയാണ് അവർ പലപ്പോഴും ആ വൃദ്ധസദനങ്ങളിലേക്ക് ചേക്കേറുന്നതും. മിക്കവാറും റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥിതി പോലും ഇത്തരത്തിലാണ്. പെൻഷൻ ലഭിക്കുമെങ്കിൽ കൂടി മനസമാധാനം കിട്ടാത്ത വിധം അവർ കുടുംബ ജീവിതം ഫേസ് ചെയ്യേണ്ടി വരുന്നു. മക്കൾ മാത്രമല്ല, മക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന മരുമക്കൾ പോലും പലപ്പോഴും ഈ വൃദ്ധജനങ്ങളോട് പെരുമാറുന്നത് ശത്രുക്കളെപ്പോലെയാണ് എന്നുള്ളതാണ് സ്ഥിതി. വാർദ്ധക്യം വേദനാജനകം മാത്രമല്ല, വാർദ്ധക്യം ശരിക്കും ഒരു ദുരന്തം കൂടിയാണ്. പലയിടത്തും ഈ മാതാപിതാക്കൾ വൃദ്ധരായി തീരുമ്പോൾ മക്കളുടെ ശാരീരിക ആക്രമണങ്ങൾ പോലും നേരിടേണ്ടി വരുന്നു. അങ്ങനെ നിരവധി കേസുകൾ ഉണ്ടായിട്ടുമുണ്ട്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് ഒരു പരിധിവരെയെങ്കിലും ഇപ്പോൾ ഈ വൃദ്ധജനങ്ങൾക്ക് ഒരു ആശ്വാസം. പുതിയ വയോജന കമ്മീഷനും കേരളത്തിൽ നിലവിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്.
ഇതെല്ലാം ഉണ്ടെങ്കിൽ കൂടി പലപ്പോഴും തങ്ങൾ അനുഭവിക്കുന്ന വേദനയും നിസ്സഹായാവസ്ഥയും ഈ പറയുന്ന മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും ഒക്കെ തന്നെ സങ്കടക്കടലിൽ ആഴ്ത്തുന്നുണ്ട്. ഇവർ ഈ ജീവിതകാലത്തിനിടയിൽ സമ്പാദിച്ചതൊക്കെ തന്നെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി മക്കൾ ഇവരെ തള്ളിപ്പറയുന്നൊരവസ്ഥ നമ്മുടെ കൊച്ചു കേരളത്തിലും നിരവധിയാണ്. ഇങ്ങനെ തള്ളിപ്പറയുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന അറിയാൻ ഇപ്പോൾ കോടതികളുണ്ട്. ഇഷ്ടദാനം പലപ്പോഴും മക്കൾക്ക് വേണ്ടി എഴുതി വെക്കുന്നത് ശിഷ്ടകാലത്ത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. പക്ഷേ സ്വത്തെല്ലാം ഇങ്ങനെ ഇഷ്ടദാനത്തിലൂടെയോ ഭാഗാധാരത്തിലൂടെയോ എഴുതി കൊടുത്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി പല മക്കളുടെയും ഭാവം തന്നെ മാറും. ഇങ്ങനെ വിൽപ്പത്രം എഴുതി കൊടുത്ത ഒരു പ്രായം ചെന്ന മനുഷ്യനെ ഇപ്പോൾ ചെന്നൈ ഹൈക്കോടതി തുണയായി നിന്നതിൻ്റെ ഒരു കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. ചെന്നൈ ഹൈക്കോടതിയുടെ ഈ പുതിയ ഉത്തരവിൽ പ്രായമായവരെ സംരക്ഷിച്ചില്ലെങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എഴുതി നൽകിയ ഇഷ്ടദാന ആധാരം റദ്ദാക്കാമെന്നാണ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ്. വയസ്സുകാലത്ത് തങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രസ്തുത ആധാരത്തിൽ പ്രത്യേകമായി എഴുതി ചേർത്തിട്ടില്ലെങ്കിൽ കൂടി ഇഷ്ടദാനം റദ്ദ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ കോടതി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇതിലെ കഥാപാത്രം എസ് നാഗലക്ഷ്മി എന്ന സ്ത്രീയാണ്. അവരുടെ മരുമകളായ എസ് മാല എന്ന സ്ത്രീയാണ് ഈ അവരുടെ അപേക്ഷയ്ക്കെതിരായുള്ള അപ്പീൽ സമർപ്പിച്ച് കോടതിയിലെത്തിയത്. അത് തള്ളിക്കൊണ്ടാണ് എസ് എം സുബ്രഹ്മണ്യം, കെ രാജശേഖർ എന്നിവരടങ്ങിയ ഈ ചെന്നൈ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിരീക്ഷണം. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള നിയമത്തിലെ 23(1) എന്ന് പറയുന്ന സെക്ഷനിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനെക്കുറിച്ച് വ്യക്തമായും പറയുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് നൽകുമെന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ തൻ്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത്. എന്നാൽ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ സ്വത്ത് വാങ്ങുന്നയാൾ പരാജയപ്പെട്ടാൽ മുതിർന്ന പൗരന്മാർക്ക് അതിനെതിരെ കോടതിയെ സമീപിക്കാമെന്നും ഇഷ്ടദാനം അസാധുവാക്കാൻ അവർക്ക് കഴിയുമെന്നും അതിനുവേണ്ടി ട്രിബ്യൂണലിനെ സമീപിക്കാൻ അവർക്ക് അവസരമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇതുപോലെ നിരവധി കോടതി വിധികൾ മറ്റ് പല കോടതികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതുമാണ്. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ഇഷ്ടദാനമായി എഴുതി കൊടുത്തു എന്ന് ഉള്ളതുകൊണ്ട് മാത്രം അത് തിരിച്ചു കിട്ടില്ല എന്ന് ആരും കരുതേണ്ടതില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കാം എന്നുള്ള ഒരു കണ്ടീഷൻസ് അതിനകത്ത് വെച്ചിട്ടില്ലെങ്കിൽ കൂടി ഇഷ്ടദാനം ഈ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് ലഭിക്കേണ്ടതായ സൗകര്യങ്ങൾ മക്കൾ കൊടുത്തിട്ടില്ല എങ്കിൽ അത് റദ്ദാക്കാൻ, ആ ഇഷ്ടദാനം റദ്ദാക്കാൻ യാതൊരു തരത്തിലും മടി ഉണ്ടാകേണ്ടതില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞു വച്ചത്. തൻ്റെ അധ്വാനം കൊണ്ട് താൻ നേടിയെടുത്ത സ്വത്തുക്കൾ നിരുപാധികം മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കൃപയെങ്കിലും തിരിച്ച് സ്വാഭാവികമായും ഈ മാതാപിതാക്കൾ പ്രതീക്ഷിക്കും. അത് നൽകാനുള്ള ഉത്തരവാദിത്തം അവരുടെ കുട്ടികൾക്കും ഉണ്ട്. മറിച്ചായാൽ അവരെ തീർച്ചയായും കോടതി പോലും ഈ മക്കളെ സംരക്ഷിക്കില്ല എന്ന് അത്തരം സ്വഭാവം മനസ്സിൽ സൂക്ഷിക്കുന്നവരും ഇതെല്ലാം എഴുതി കിട്ടിയതിന് ശേഷം മാതാപിതാക്കളെ തള്ളിക്കളയാമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ വിധിയെല്ലാം ഓർത്തു വെക്കുക. നിങ്ങൾക്ക് കോടതി പോലും സംരക്ഷണം നൽകില്ല.
അതുകൊണ്ട് ഈ ഇത്തരം മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന, നിരാകരിക്കുന്ന, സംരക്ഷിക്കാതെ അവരെ ഒഴിവാക്കുന്ന എല്ലാ മക്കൾക്കും ഒന്നാന്തരം ഗുണപാഠമാണ് ഈ കോടതിയുടെ ഒടുവിലത്തെ വിധിയും പറഞ്ഞു വെക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു.